കുണ്ഠിതഫലം എന്താണ് ഈ കുണ്ഠിതഫലം? ഫലം. ഹായ്, നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു വാക്ക് കേൾക്കുന്നുണ്ട്, കുണ്ഠിതഫലം. എന്താണ് ഈ കുണ്ഠിത? എന്താണ് ഇത്? പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായിരിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ കുണ്ഠിതഫലം എന്താണെന്ന്. ഞാൻ എന്താണ് പറയുന്നത്, എന്താണ് നമ്മളെ തലമുറക്ക് വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ കുണ്ഠിതഫലം. കുണ്ഠിതഫലത്തിൽ എങ്ങനെ മൈലാഞ്ചിയിടാം എന്നാണ് പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന കാഴ്ചകൾ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ് കുണ്ഠിതഫലത്തിൻ്റെ ചർച്ചകൾ, അല്ലേ? അയ്യോ, കഷ്ടം. ചില ആൾക്കാർക്ക് കുണ്ഠിതഫലത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ കുണ്ഠിതഫലം എന്താണെന്ന് അറിഞ്ഞ് കഴിഞ്ഞു. ഇതോടുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണം, പുതിയ തലമുറ എങ്ങോട്ട് പോകും. വെറുതെ അല്ലേ പറയുന്നത്, നടന്ന സമ്പത കുണ്ഠിതഫലം. കാര്യത്തിലേക്ക് കയറാം. RJ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, റേഡിയോ. അപ്പോൾ ആ ജോലി പോയി, പിന്നെ പോകാതിരിക്കുക. ഇമാതിരി കാര്യങ്ങളിലേ ചെയ്തു വെക്കുന്നത്. എന്തിന്? എത്രയോ നന്മകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലൈവിൽ വന്നിട്ട് RJ, പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എൻ്റെ ജോലി പോയി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ ചെയ്യുന്നതാണ്. വീട് വെച്ച് കൊടുത്തു, അത് വെച്ച് കൊടുത്ത്. ഒറ്റക്കല്ലല്ല, ഒറ്റക്കാണ് അല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ഈ ഊച്ചാളിത്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ക്ഷമാപണം നടത്താൻ ലൈവിൽ വന്നിട്ട് ഞാൻ ചെയ്ത സേവന കാര്യങ്ങളൊക്കെ കുറിച്ചല്ല പറയേണ്ടത്. മനസ്സിലായ? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വീട് വെച്ച് കൊടുത്ത്, അത് കൊടുത്ത്, ഇത് കൊടുത്ത്, അങ്ങനെയുള്ള കിടക്കിടയുള്ള സംഭാഷണമല്ല ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറഞ്ഞു കഴിച്ച് നിങ്ങളെ ജോലി പോയി നിങ്ങളെ മനസ്സിലാക്കി, ജനങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് നല്ലൊരു ജോലിയില്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചു. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നന്മയുള്ള കാര്യങ്ങൾ, നല്ല വീഡിയോകളും, കോമഡി, അല്ലേ? ജനനന്മക്ക് വേണ്ടുന്ന വീഡിയോ, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ചെയ്ത് ഇതൊന്ന് നമുക്ക് കുണ്ഠിതഫലം ഒന്ന് നമുക്ക് ചോദിക്കാം. പ്രാങ്ക് വീഡിയോയാണ്. പ്രാങ്ക് ചെയ്യുമ്പോൾ കുണ്ഠിതഫലം ആവില്ലല്ലോ. മൈലാഞ്ചി ഇടാൻ കുണ്ഠിതഫലത്തിലാണ് മൈലാഞ്ചി ഇടേണ്ടത്, പ്രാങ്കിൽ. എന്തുവാ ഇതിങ്ങനെ തലമുറ? നമ്മളെ ഒരു ഭാഗം തലമുറേനെ നിങ്ങളെ നശിപ്പിക്കുകയാണോ? എന്താ കുട്ടികളെ, നിങ്ങളെ നല്ലൊരു വിദ്യാഭ്യാസമില്ലേ, നിങ്ങൾക്ക് നല്ലൊരു സംസ്കാരമില്ലേ? അതെല്ലാം പോയോ? തലച്ചോറിനടുത്ത് പോയോ? ചിന്തിക്കൂ. ഇനി എങ്കിൽ നന്നാക്കാൻ ചിന്തിക്കൂ. മനസ്സിലായ? ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാരില്ല ഇനിയുള്ള തലമുറയിൽ. അപ്പം അവർക്ക് ഇത് കാണും. നിങ്ങളിങ്ങനെ ഈ വൃത്തികേട് പറയുന്നത് മനസ്സിലായ? വൃത്തികേട് കാണിക്കുക, പക്ഷെ വൃത്തികേടുകൾ പറയാൻ പാടില്ല. അങ്ങനെ കണ്ടോ? എന്തുവാ നിങ്ങളിങ്ങനെ പറഞ്ഞത്? ഫോണെടുത്ത് ഒരാളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുക. മഹാവൃത്തികെട്ട്. നല്ല സംസ്കാരമാണ്. ഇതൊക്കെ എത്ര പേര് കണ്ടു എന്നറിയാം, നിങ്ങളെ വിലയിരുത്തിയെന്നറിയാം. നിങ്ങളുടെ ഫോളോവേഴ്സെല്ലാം അവരെല്ലാം പോയി. നിങ്ങളെ താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഒരു സംസ്കാരമുണ്ട് നിങ്ങൾക്കും, നിങ്ങളുടെ പിൻതലമുറക്കാർക്കും സംസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളായിട്ടല്ലേ വല്ല കളഞ്ഞു കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങളോടെല്ലാം എന്താ പറയേണ്ടത്? മലയാള ഭാഷതന്മാരെ മലർമന്ദ, അല്ലേ? ഈ നാടിൻ്റെ ഗ്രാമഭംഗിയല്ലേ കേരളം? നമ്മളായിട്ട് കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുമെന്ന് ചില ഇതുപോലത്തുള്ള മനുഷ്യർ. പുതിയ പിച്ചു വെച്ച നാൾ മുതൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം കണ്ടിട്ട് അവർ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ കാര്യങ്ങളൊക്കെ ഇവിടെ ജീവിക്കേണ്ടവരല്ലേ? നിങ്ങളാദ്യം മനസ്സിലാക്കണ്ടേ. നല്ലൊരു ജോലിയല്ലേ നിങ്ങൾക്ക് ആ ജോലി പോയി. ഇനി നിങ്ങൾക്ക് എന്നാൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാമല്ലേ നമുക്ക് ഇതേപോലെ കുണ്ഠിതഫലങ്ങളും കൊണ്ട്, അല്ലേ? നമ്മുടെ നാടിങ്ങനെയാണ്. ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പുതിയ വിഷയങ്ങൾ, സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദിവസവും പുതിയ കാഴ്ചകളും വീഡിയോകളും പലതും ഇങ്ങനെ പുതിയ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ലേറ്റസ്റ്റ് കുണ്ഠിതഫലം എങ്ങനെ മൈലാഞ്ചി ഇടാം എന്നാണ് പറയുന്നത്. എന്തൊരവസ്ഥയാണ്.
ഇത്രയും വൃത്തികെട്ട സംസാരവും ഇത്രയും വൃത്തികെട്ട എന്താ പറയണ്ടേ, അക്കണക്കിൽ എത്രയോ നല്ല ഡീസൻ്റായ മനുഷ്യരുണ്ട്. നിങ്ങൾക്കല്ല വിവരവും വിദ്യാഭ്യാസവും ഇല്ലേ? അതില്ലാഞ്ഞിട്ടാണ്. നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ, നല്ലോണം മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ നല്ലോണം ഇംഗ്ലീഷും മലയാളവും വിവരവും വിദ്യാഭ്യാസവും കാര്യമുള്ളവരാണ് മഹാതറകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് നിങ്ങളെ വില നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇത്രയും നല്ലൊരു ജോലി കാര്യങ്ങളുണ്ടായിട്ട് എത്ര സന്തോഷകരമായിട്ട് നിങ്ങൾക്കെല്ലാം ജീവിക്കാം എൻ്റെ സുഹൃത്തുക്കളെ. എന്തിനായി നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ആ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായിരിക്കും. എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് കുണ്ഠിത ഫലങ്ങളും മൈലാഞ്ചിയിടലും അല്ലേ? മൈലാഞ്ചിയിടല്ല, കുണ്ഠിത ഫലം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷേ വളരെ 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 ഇതിൽ പുറത്ത് പറയാൻ പറയേണ്ടതാണോ ഈ കാര്യങ്ങളുടെ? നല്ല കാര്യങ്ങളാണോ? നിങ്ങൾ നല്ല കാര്യങ്ങളെല്ലാം വീഡിയോ ചെയ്യും, മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു ഉത്തരവും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. പറ്റിപ്പോയി അല്ലേ? അതങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അത് പിന്നെ അത് എല്ലാവരും വളച്ചൊടിച്ച് അങ്ങനെ ആക്കിയതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാവരും കണ്ടു കഴിഞ്ഞു. വളരെ മോശമായിപ്പോയി കേട്ടോ. ഇനിയെങ്കിലും ഇതുപോലുള്ള വീഡിയോകളൊന്നും ഇടാതിരുത്. ആളെ പറ്റിച്ചോളൂ, അതൊരു കോമഡിയാണ്, സന്തോഷമാണ് അല്ലേ? പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കരുത്. കുണ്ഠിത ഫലങ്ങളിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ചിരി കണ്ടിനാ, ആ ചിരി എന്ന് പറഞ്ഞാൽ ഒയ്യോ കണ്ണിങ്ങനെ പൊത്തിയിട്ടാണ് ചിരിക്കുന്നത്. നാണം വന്നിട്ട് മൈലാഞ്ചി ഇടുന്നതേ ചോദിക്കുമോ? കുണ്ഠിത ഫലങ്ങളിൽ മൈലാഞ്ചി ഇടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നാണം വന്നിട്ട് പറയുന്നതൊക്കെ ഉളുപ്പം ഒരുമയില്ല. അപ്പോൾ ഇവക്കാണെങ്കിൽ എന്താ ഇതെത്ര പേര് കണ്ടു സുഹൃത്ത്? നിങ്ങളുടെ കുടുംബക്കാരെന്നെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഫാമിലീസ്, നിങ്ങളെയൊക്കെ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ലേ? അയൽവാസി കണ്ടിട്ടില്ല? നിങ്ങൾക്ക് നാണമില്ലേ? വളരെ 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 മോശമായ പ്രവൃത്തി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾ നാട്ടുകാർ കാണുന്നുണ്ട്, നിങ്ങളുടെ കുടുംബക്കാർ കാണുന്നുണ്ട്, ഇതൊക്കെ ഇവരെല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള ആൾക്കാർ എല്ലാവരും കണ്ടിട്ട് അവരെ നിങ്ങളുടെ നിലവാരം നന്നേ സീറോ ആയി. നിങ്ങൾക്ക് ഓരോരുത്തർ തന്ന ഓരോ വിലകളുണ്ട് അല്ലേ? ഓരോ മനുഷ്യർക്കും അത് അപ്പടി കളഞ്ഞു. ഒന്നും ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. നിങ്ങളൊന്നും അതിന് അർഹരല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊന്നും അതിന് അർഹതയില്ല. നിങ്ങൾ അർഹരല്ല, തെളിയിച്ചു കഴിഞ്ഞ്. ചേടാ, ഞാനത് ചിന്തിക്കുന്നു, നിങ്ങൾക്കെല്ലാം ഇത്രയും വിവരം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അറിയുന്നത് തന്നെ നിങ്ങൾ ഇതറിയുന്ന തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷമാണ്. അല്ലെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ പിന്നെ എൻ്റെ ഇത് പേജിൽ നിന്ന് നോക്കൂ കാര്യങ്ങളൊക്കെ, അതിൽ അങ്ങനെ നിങ്ങളുടെ പേജ് നോക്കലാ ജനങ്ങൾക്ക് പണി. നിങ്ങൾക്ക് കാശുണ്ടാക്കി തരാം. നിങ്ങളിങ്ങനെ നിങ്ങളെ സംസ്കാരമാണ് പുറത്തേക്ക് വന്നത് രണ്ടുപേരുടെയും. അതാണ് നാട്ടുകാർ കണ്ടത്. അയ്യോ, വളരെ കഷ്ടം മക്കളെ. എന്തിനായിരുന്നു ഈ വേണ്ടാതീനം നിങ്ങൾക്ക് ഫേമസ് ആകാനാ? നമുക്കൊരു സംസ്കാരമില്ലേ മലയാളി? മലയാള ബന്ധങ്ങളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്. നാടങ്ങനെ ആയിരുന്നു. ഇപ്പോഴാണ് മാറി മാറി വരുന്നത്. അണുകുടുംബമായി വന്ന് ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാതായി വരുന്നു. എല്ലാവർക്കും ജോലിയായി, പണമായി, എല്ലാവർക്കും അവരവരെ സൗകര്യങ്ങളായി. അപ്പം പലതും തോന്നും, കുണ്ഠിത ഫലം വിടാനും എല്ലാ കാര്യങ്ങളൊക്കെ തോന്നും. മനസ്സിലായ? അതാണ് എന്നാൽ എല്ല് കുത്തുന്ന അങ്ങനെ തോന്നും, പലതും തോന്നും. മനസ്സിലായ? നിങ്ങൾക്ക് കുണ്ഠിത ഫലവും തോന്നും, എല്ലാ ഫലവും തോന്നും, മൈലാഞ്ചി ഇടാനും എല്ലാം തോന്നും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടാണ് അയ്യോ പറ്റിപ്പോയല്ലോ, ക്ഷമിക്കണം കേട്ടോ, അറിയാതെ പറ്റിയതാ, അറിയാതെ കുണ്ഠിത ഫലം വന്നു പോയതാണ് ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറയേണ്ട രീതിയിൽ പറയാം. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, ഇനിയെങ്കിലും ഈ മാതിരി പണിക്ക് പോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ വേണം മറ്റുള്ളവർക്ക് മാതൃകയാകാൻ. ഞാനായാലും ശരി, നിങ്ങളായാലും ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് പറ്റിയ പണി ഇനി ഈ പണി തന്നെയാണ്, കുണ്ഠിത ഫലത്തിലേക്ക് നോക്കിയിരിക്കൽ. ഈ കുണ്ഠിത ഫലം നോക്കിയിരിക്കുക, നൽകാൽ ഗുണം വരും. ഓക്കെ.